പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട്, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കും. എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇന്ന് രാത്രി ഈ ദേശത്തോട് പ്രാരംഭത്തിൽ ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. മനുഷ്യന്മാരെ, നിങ്ങൾ ഈ വ്യർത്ഥമായ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സുവിശേഷം. അങ്ങനെ എഴുതിയിരിക്കുന്നു. എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഒറ്റ വാക്കി പറഞ്ഞാൽ എന്താ സുവിശേഷം? മനുഷ്യൻ ജീവനുള്ള ദൈവത്തെ അറിയണം. അതാ സുവിശേഷം. ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതാണ് സുവിശേഷം. ഇനി സുവിശേഷത്തിന്റെ മറ്റൊരു മർമ്മം വേദപുസ്തകം വ്യക്തമാക്കുന്നത് യേശുക്രിസ്തു എന്നാണ്. ഇപ്പൊ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണമെന്ന് പറഞ്ഞാൽ അഥവാ യേശുക്രിസ്തുവിങ്കലേക്ക് തിരിയണം. ഇത് രണ്ടും ഒന്ന് തന്നെ. അതാ സുവിശേഷം. ഇപ്പൊ എന്താ ഇതിന്റെ പശ്ചാത്തലം? എന്താണ് മനുഷ്യന്മാര് വിട്ടുകളയേണ്ടുന്ന വ്യർത്ഥ കാര്യങ്ങൾ? ആരാണ് ജീവനുള്ള ദൈവം? ഈ രണ്ട് ചിന്തയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. രണ്ട് ചിന്ത അവിടെ പറഞ്ഞത്. ഒന്ന്, മനുഷ്യന്മാര് വ്യർത്ഥമായതൊക്കെ എന്ത് ചെയ്യണം? വിട്ടുകളയണം. രണ്ട്, ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം. രണ്ട് ചിന്തയായി ഇന്ന് രാത്രി പങ്കുവെക്കുവാൻ ആശിക്കുന്നത്. ചില വാക്കുകളിൽ പരിചയപ്പെടുത്താം. അകത്തിരിക്കുന്ന എല്ലാവർക്കും എന്നെ അറിയാം. പുറത്തു കേൾക്കുന്നവർക്ക് അറിയാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഒന്ന് രണ്ട് വാക്കുകളിൽ പരിചയപ്പെടുത്താം. പേര് ഓർപ്പിച്ചതുപോലെ ഷമീർ എന്നാണ്. ബാപ്പാന്റെ പേര് അബ്ദുൽ സലാം എന്നാണ്. ഉമ്മാന്റെ പേര് ജമീല ബീബി എന്നാണ്. ഒരു പാരമ്പര്യ ഇസ്ലാമി കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ചെറിയ പ്രായത്തിൽ തൊപ്പിയിട്ട് മദ്രസയിൽ കടന്നുപോയി. എന്തിന്? മതപഠനത്തിനായി കടന്നുപോയി. ജനിപ്പിച്ച അപ്പനേക്കാളും പ്രസവിച്ച അമ്മയെക്കാളും ഒന്നാം സ്ഥാനം എന്തിനു കൊടുക്കണമെന്ന് പഠിച്ചു? മതത്തിന് കൊടുക്കണമെന്ന് പഠിച്ചു. മതമാണെല്ലാം, മതത്തിന് വേണ്ടി ജീവിക്കണം, മതമാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിച്ചു വളർന്ന ആ ചെറിയ ബാല്യകാലത്ത് തലച്ചോറിൻ്റെ അകത്ത് കയറിയത് മൊത്തം മതമായിരുന്നു. അങ്ങനെ ജീവിച്ച യൗവന കാലഘട്ടത്തിലെത്തിയപ്പോൾ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം കടത്തിവിട്ട ചില അനുഭവങ്ങൾ നിമിത്തം, ഒന്നുകൂടെ പറയാം, ജീവിതത്തിൽ ദൈവം കടത്തിവിട്ട അനുഭവങ്ങൾ നിമിത്തം 2002 വിശുദ്ധ ബൈബിൾ കരങ്ങളിൽ എടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആമേൻ. ഈ ബൈബിള് കരങ്ങളിൽ ലഭിക്കുവാൻ അനുഭവങ്ങളുണ്ട്. ആ അനുഭവത്തെയാണ് പെന്തക്കോസ്തുകാര് സാക്ഷ്യം എന്ന് പറയുന്നത്. പറയാൻ എനിക്കും ആശയുണ്ട്, കേൾക്കാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. രണ്ടിനും നമുക്ക് ഒരു ദിവസം കൊണ്ട് നടക്കുകയില്ല. കാരണം സുവിശേഷം കേട്ട് വിശ്വാസത്തിൽ വന്ന ആളല്ല, ജീവിതത്തിൽ ദൈവ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടതാണ്. കാരണം ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരാളോട് യേശുവാണ് ദൈവം എന്ന് പറഞ്ഞാലൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, സമ്മതിക്കത്തില്ല. നമുക്കറിയുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നുമില്ല. കാരണം ഇവിടുത്തെ ക്രിസ്ത്യാനിയോട് പറഞ്ഞ അവൻ്റെ തലയിൽ ഇത് കയറുന്നില്ല. പിന്നെ ഇപ്പം മുസ്ലിമിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജീവിച്ച പശ്ചാത്തലത്തിൽ നിന്നാണ് അനുഭവങ്ങളിലൂടെ ഒരു ബൈബിൾ കരങ്ങളിൽ വന്നു. അപ്പം ഇത് എന്താണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്, ഇതെന്താണ് സംഗതി എന്ന് അറിയാനൊരാശ. അങ്ങനെ ഒളിച്ചും പാത്തും രഹസ്യമായിട്ട് ബൈബിള് വായിക്കാൻ തുടങ്ങി. ഒരു ദിവസം എൻ്റെ ഉമ്മ ജമീല ബീവി കണ്ടുപിടിച്ചു, ബൈബിള് വായിക്കുന്ന കണ്ടുപിടിച്ചു. ബൈബിള് പിടിച്ചു വാങ്ങി കട്ടിലിനടിയിലോട്ട് എറിഞ്ഞു. എൻ്റെ റബ്ബേ, എന്തൊക്കെ ഇബ്ലീസിനെ ഇതിനകത്ത് വിളിച്ചു കയറ്റാനാണോ ഇവൻ ഈ പരിപാടിയും കൊണ്ട് നടക്കുന്ന പടച്ചോനെ എന്നും പറഞ്ഞ് ആകപ്പാട് ബഹളം ഉണ്ടാക്കി തള്ള. എന്നാൽ ഇന്ന് രാത്രി സന്തോഷത്തോടൊരു വാക്ക് പറയാം. അന്ന് വലിച്ചെറിഞ്ഞ ബൈബിൾ വലിച്ചെറിഞ്ഞ ഉമ്മ ഇന്ന് എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുക. അതൊരു സന്തോഷം. ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ചില കമ്പനിക്കാർ പരസ്യം പറയാറുണ്ട്, ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകൾ ഇല്ല എന്ന് പറയുന്ന പോലെ ഈ പുസ്തകത്തിന് മാത്രമുള്ളൊരു പ്രത്യേകത, ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. സത്യമല്ലേ? ഇതിനെ എതിർക്കുന്നവരല്ല ഇത് ചുമക്കും. അത് ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയാണ്. ഈ പുസ്തകത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റു ബ്രാഞ്ചുകളില്ല. ഇതിനെ എതിർക്കുന്നവരല്ല ഇത് ചുമക്കും. കാരണം ഈ പുസ്തകത്തിലെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ശ്രദ്ധിച്ചേ, ഈ പുസ്തകത്തിലെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിലെ ദൈവത്തിന് പ്രതികാര നടപടിയില്ല. ഹലോ, ഈ ദേശം എന്തോ കോട്ട അല്ലേ? കോട്ടക്കാരോട് പറയാ, ഈ പുസ്തകത്തിലെ ദൈവത്തിന് പ്രതികാര നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ, യേശുവേ, അപ്പുറത്തെ വീട്ടിലെ രമണി എന്നെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുക, അവളുടെ തലയിൽ ഒരു ഇടി വെട്ടിക്കണമെന്ന് നീ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നിന്റെ തലയിൽ ഇടി വെട്ടാൻ സാധ്യതയുണ്ട്.
മനസ്സിലായോ? കാരണം അങ്ങനെ ആർക്കും ദോഷം വരുത്തുന്ന പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞാൻ പ്രസംഗിക്കുന്ന വേദപുസ്തകത്തിലില്ല. പിന്നെ ചില ആളുകൾ ഈ വാദത്തിന് പറയും പഴയ നിയമത്തിൽ യഹോവയായ ദൈവം അവരെ കൊല്ലി ഇവരെ കൊല്ലി യുദ്ധം ചെയ്യുന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാ. പഴയ നിയമത്തെ എഴുതപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തോട് ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. രാജ്യമാകുമ്പോൾ ഭരണാധികാരി ഉണ്ട്, പടയാളികളുണ്ട്, യുദ്ധമുണ്ട്, അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ദൈവസഭ എന്ന് പറയുന്നത് യഹൂദം മാത്രമല്ല. യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും കൃപയാ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വന്നവരെയാണ് ദൈവസഭ എന്ന് വിളിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് ആളുകൾ പറയുന്നത്. വിവരിക്കാൻ നേരം പോരാ, വിഷയവും അതല്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിന് പ്രതികാര നടപടിയില്ല. ദൈവമക്കളോടും ഒരു വാക്ക് ഇടയ്ക്കൂടെ പറയാം. ചില ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് പറയും, ചില എതിർ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം ഇവന്മാർക്കൊക്കെ വട്ട് കയറി നടക്കുക. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വന്ന ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് അന്യഭാഷ പറഞ്ഞ് പരിശുദ്ധാത്മാവിന് നിറവിൽ ജീവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് എന്ത് എതിർ പ്രാർത്ഥന? അവനവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. അവൻ്റെ ഊപ്പാട് വരും. പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഒരനർത്ഥവും സംഭവിക്കത്തില്ല. സ്തോത്രം. എതിർ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ എന്നൊക്കെ ഇതൊക്കെ പൈസ അടിക്കാനുള്ള പരിപാടി. അങ്ങനെയുള്ള കുടുക്കിലൊന്നും പോയി വീടരുത്. ഒത്തിരി വട്ടന്മാരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസും വെച്ചൊക്കെ ആ പരിപാടി. വിശദമായി ഇപ്പം പറയുന്നില്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയാം. ഇവർ കഷ്ടപ്പെട്ടത് ദേശത്തോട് സുവിശേഷം പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക. ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വലിച്ചെറിഞ്ഞു ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും കൃപയാൽ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ എൻ്റെ മാതാവിന് ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും രഹസ്യമായിട്ടൊക്കെ വല്ലപ്പോഴും ഈ ബൈബിൾ ഞാനൊന്ന് വായിക്കുക പതിവ്. അങ്ങനെ വായിച്ചു വന്നപ്പോൾ എവിടൊക്കെയോ ചില ചിന്തകൾ തലച്ചോറിൻ്റെ അകത്ത് വന്നു. എന്തെന്നറിയാമോ? ഈ പുസ്തകത്തിൽ പറയുന്ന കഥാപാത്രങ്ങളൊക്കെ എവിടെയോ കണ്ടത് കേട്ടതുപോലെ ഒരു ഓർമ്മ. ഏത്? അബ്രഹാമിനെ കുറിച്ച് പഠിക്കുന്നു. അബ്രഹാമിന് മക്കളില്ലായിരുന്നു, പിന്നത്തേതിൽ മക്കളുണ്ടായി, യാഗമർപ്പിക്കാൻ കൊണ്ടുപോയി മുട്ടനാടിനെ കരുതിയെന്നൊക്കെ. ഇതൊക്കെ വായിക്കുമ്പോൾ ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത. നോഹയെക്കുറിച്ച് പഠിച്ചപ്പോൾ ജലപ്രളയം വന്നു, കപ്പലുണ്ടാക്കി അഥവാ പെട്ടകമുണ്ടാക്കി, നോഹയും കുടുംബം അതിൻ്റെ അകത്ത് കയറി രക്ഷപ്പെട്ടു എന്നൊക്കെ. ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മദ്രസയിൽ പഠിച്ച ഖുർആനകത്ത് അബ്രഹാമിനെ ഇബ്രാഹിം എന്ന് പഠിച്ചു, നോഹയെ നൂഹ് എന്ന് പഠിച്ചു, യാക്കോബിനെ യാക്കൂബ് എന്ന് പഠിച്ചു, ഇയ്യോബിനെ അയ്യൂബ് എന്ന് പഠിച്ചു, ദാവീദിനെ ദാവൂദ് എന്ന് പഠിച്ചു, ശലോമോനെ സുലൈമാൻ എന്ന് പഠിച്ചു, യോഹന്നാനെ യഹിയ എന്ന് പഠിച്ചു. അങ്ങനെ പേര് മാറ്റി പഠിച്ചു. അപ്പോൾ എൻ്റെ അകത്തൊരു ചിന്ത വന്നു, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നൊരു ചിന്ത തലച്ചോറിൻ്റെ അകത്ത് കയറി. അപ്പോൾ അതൊന്ന് അറിയണമെന്ന് ചിന്തിച്ച് നേരെ തിരുവനന്തപുരത്തിന് വണ്ടി കയറി. എന്തിനാ? തിരുവനന്തപുരത്താണല്ലോ ഭീമാപ്പള്ളി. ഭീമാപ്പള്ളിയിലാണല്ലോ ഖുർആൻ്റെ മലയാള പരിഭാഷ വാങ്ങാൻ കിട്ടുന്നത്. അവിടെ ചെന്ന് അംഗീകരിക്കപ്പെട്ട ഖുർആൻ്റെ മലയാള പരിഭാഷ 350 രൂപ കൊടുത്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് തരം കിട്ടുമ്പോഴൊക്കെ ഇത് രണ്ടും തമ്മിൽ ചേർത്ത് പിടിച്ചൊന്ന് പഠിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി കോട്ടദേശത്തോട് അഭിമാനത്തോടെ പറയാം, അങ്ങനെ വായിക്കും തോറും ഈ വിശുദ്ധ വേദപുസ്തകം ചേർത്ത് പിടിക്കുവാൻ അഭിമാനമുണ്ടായെന്ന് രാത്രി ദേശത്തോട് പറയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ ചോദിക്കുക, എന്താണോ ഷമീറെ ഇത്രയ്ക്ക് അഭിമാനം കൊള്ളാൻ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗം ഒരു മുഴുരാത്രി പ്രാർത്ഥനയാക്കി മാറ്റിയാൽ ഇന്ന് രാത്രി വെളുക്കം വരെ പറഞ്ഞാൽ തീരാത്ത പ്രത്യേകതയുള്ള പുസ്തകമാ വിശുദ്ധ ബൈബിൾ. എന്നാൽ നേരം അതല്ലാത്തത് കൊണ്ടൊരു കാര്യം എടുത്തു പറയാം. ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ ആവർത്തിച്ച് ഞാൻ വായിച്ചയാള്. ആവർത്തിച്ചു വായിച്ചിട്ടും ഈ പുസ്തകത്തിനകത്ത് ഏറ്റവും ആവേശം കൊള്ളിച്ച ഒരു വിഷയം പറയാം. ഞാൻ കഴിഞ്ഞ 1-2 മാസങ്ങൾക്കപ്പുറത്ത് മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ എന്ന് പറഞ്ഞ പട്ടണത്തിൽ പരസ്യോഗം നടത്താനായിട്ട് സഭ ക്ഷണിച്ചു. അങ്ങനെ പോയി. അവിടുത്തെ IPC സഭയോടുള്ള ബന്ധത്തിലാണ് അവിടെ പരസ്യോഗം നടന്നത്. പാട്ടുകാരൻ പോൾസൺ കണ്ണൂർ അവിടെ പാടിയത്. ഞാൻ അവിടെ പ്രസംഗിച്ചു. ഇപ്പോൾ പാട്ട് മേലാറ്റൂർ ടൗണ്, എപ്പിക്കാട് ടൗൺ ഇതൊക്കെ ഇസ്ലാമിക സഹോദരങ്ങൾ പാർക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പാട്ട് കേട്ട് ആളുകളൊക്കെ ഇറങ്ങി വന്ന് നിന്ന് അങ്ങനെ കേട്ടു. പ്രസംഗിക്കുവാൻ ഞാൻ മൈക്കെടുത്തു. ആളുകളൊക്കെ വന്ന് പ്രസംഗം കേട്ടു. പ്രസംഗം അങ്ങനെ രസിച്ച് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പ്രസംഗത്തിൻ്റെ ഒടുവിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു സീനുണ്ട്. അവിടെ വന്നപ്പോൾ എല്ലാത്തിൻ്റെയും നെറ്റ് ചുളിഞ്ഞു. പേരൊക്കെ കേട്ടപ്പോൾ നെറ്റ് ചുളിഞ്ഞു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ അടുത്ത് വന്നു, സംസാരിക്കാനും പരിചയപ്പെടാനൊക്കെ ആയിട്ട് ചിലർ വന്നു. അപ്പം വന്ന് ഒരാൾ ആദ്യം വന്ന് ചോദിച്ചു, എന്നാലും എന്തിനാടാ ഷമീറെ നല്ലൊരു മതം വിട്ട് നീ ക്രിസ്ത്യാനിയാകാൻ? ആദ്യം ഇപ്പൊ ചോദിക്കുകയാണ്, എന്തിനാടാ നീ ക്രിസ്ത്യാനിയായെന്ന്. ആരാ ചോദിച്ചേ? മുസൽമാൻ. അപ്പൊ അവൻ സമ്മതിച്ചു, ഞാനിപ്പോ ആരാ?
ക്രിസ്ത്യാനിയാന്ന്. പക്ഷെ നമ്മളീ പലരും സമ്മതിക്കുന്നില്ല. അതെന്താന്ന് എനിക്കിതുവരെ പിടി കിട്ടുന്നില്ല. പോട്ടെ. ഏതായാലും ആമേൻ, എന്തിനാടാ ക്രിസ്ത്യാനി ആയതെന്ന് ഒരു കൂട്ടം ആളുകൾ ചോദിക്കും. പക്ഷെ മറ്റൊരു വശം ചോദിക്കും, ഇത്ര പ്രത്യേകത തോന്നാൻ നീ പഠിച്ച പുസ്തകത്തെക്കാളും എന്ത് പ്രത്യേകതയാ ഈ പുസ്തകത്തിനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ എവിടെയും ആവേശത്തോടെ പറയുന്ന ഒരു കാര്യം പറയാം. ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ ആവർത്തിച്ചു വായിച്ചിട്ടും ഈ പുസ്തകത്തിന്റെ അകത്ത്, അഥവാ വിശുദ്ധ ബൈബിളിന്റെ അകത്ത്, ഒരൊറ്റ പേപ്പറിന്റെ അകത്ത് ഒരു വരി കൊണ്ട് പോലും മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ചലഞ്ച് ചെയ്ത് നമുക്ക് പറയാം, ഇതിന്റെ അകത്ത് മതം പഠിപ്പിക്കുന്നില്ല. ഉണ്ടോ? ഒരു മതം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല, മതത്തിനു വേണ്ടി ജീവിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല, മതത്തിൽ ചേരുന്നോ മതത്തിൽ മാറുന്നോ ഒന്നിനെ കുറിച്ചും ഇതിന്റെ അകത്ത് പഠിപ്പിക്കുന്നില്ല. മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്നിട്ടും നാട്ടുകാർ നമ്മളെന്താ വിളിക്കുന്നേ? മതം മാറ്റുന്നു. അതാ ഏറ്റവും വലിയ കോമഡി. ഇതിന്റെ അകത്ത് മതമേ ഇല്ല, എന്നിട്ടും പറയുന്നത് നമ്മൾ ആരാ? മതം. അങ്ങനെ പറയാറില്ല അച്ഛാ? ഉണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് ഒരു പട്ടാമ്പിക്കാരി ചേച്ചി അങ്ങനെ പറഞ്ഞില്ലേ? പട്ടാമ്പിക്കാരി ചേച്ചി പറഞ്ഞു, പെന്തക്കോസ് ഉപദേശിമാരെ വീട്ടിൽ കയറ്റല്ല, അവർ 500 രൂപയും കഞ്ഞിയും പേരും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെയൊക്കെ മതം മാറ്റുന്നു. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് ഒരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുപോകരുതോ? നിങ്ങളുടെ കയ്യിലല്ലേ പണം? ഞങ്ങൾക്ക് കഞ്ഞിയും പേറുവേ ഉള്ളൂ, നിങ്ങൾക്കല്ലേ പണം? കൊണ്ടുപോകരുതോ? ഇതൊക്കെ ചുമ്മാ ആക്ഷേപിക്കുവാന്നേ. കഞ്ഞിക്കും പയറിനും വേണ്ടി ആരെങ്കിലും ഒരായുഷ്കാലം മുഴുവൻ സേവിച്ച ദൈവത്തെ കഞ്ഞിക്കും പയറിനും വേണ്ടി വിട്ട് കളയൂ? അങ്ങനെയാണ് 500 രൂപയുടെ വില ഉള്ളോ ദൈവങ്ങൾക്ക്? അപ്പൊ ഇതൊക്കെ വെറുതെ ആക്ഷേപിക്കുക. കാരണം ഇതിൻ്റെ അകത്ത് മതം പഠിപ്പിക്കുന്ന ഒരു പരിപാടി ഇല്ല. പിന്നെ എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, സ്രഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പുസ്തകം ലോകത്തോട് എല്ലാ കാലത്തും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ, സൃഷ്ടിയായ സകല മനുഷ്യന്മാരും സ്രഷ്ടാവിനെ അറിയണം. സിമ്പിൾ, ഇത്ര ഉള്ളൂ. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങിയത്. കൃപയാൽ കഴിഞ്ഞ 23 വർഷമായി ഈ പുസ്തകം ചുമക്കുവാനും ഇതിനെ പ്രസംഗിപ്പാനും ദൈവം എനിക്ക് ഭാഗ്യം തന്നു. വായിച്ച വേദഭാഗത്തോട് നീതി പുലർത്തുവാനായി കടന്നു വരുമ്പോൾ എന്താണ് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലമെന്ന് അല്പമായി ചിന്തിക്കേണ്ടെന്ന ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരാം. 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് നിർത്തി പഠിച്ചു പോകാം, ചിന്തിച്ചു പോകാം. ഇക്കോന്യയിൽ പള്ളിയിൽ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. നിക്കട്ടെ അച്ഛാ, നമുക്ക് ചിന്തിച്ചു പോകാം. ആമൻ. ഇക്കോന്യയിൽ അവർ, ശ്രദ്ധിച്ചാട്ടെ, അവർ എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും സഹോദരന്മാരും ഇവരെല്ലാം ഇക്കോന്യ എന്ന് പറഞ്ഞ പട്ടണത്തിൽ കടന്നു വന്ന് യഹൂദൻ പാരമ്പര്യം പറയുന്ന യഹൂദന്റെ പള്ളിക്കകത്ത് കയറി നസറേത്തുകാരനായ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രസംഗിച്ചു. ആമേൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവുണ്ടല്ലോ, അവൻ തന്നെയാ മശിക എന്നും അവനിലല്ലാതെ മറ്റൊരു രക്ഷയില്ലെന്നുമായിരുന്നു അപ്പോസ്തലന്മാരുടെ പ്രസംഗം. അതിനവർ മാറ്റം വരുത്തിയില്ല, അതിനകത്ത് അവര് എണ്ണ പുരട്ടിയില്ല, അവര് കൃത്യമായി പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ യഹൂദന്മാരിൽ പലരും ആരിൽ വിശ്വസിച്ചു? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. അതാ ഇപ്പൊ വായിച്ച വേദഭാഗം. അടുത്ത വാക്ക്, വിശ്വസിക്കാത്ത യഹൂദന്മാരോ. അപ്പൊ കുറച്ചാളുകൾ വിശ്വസിച്ചപ്പം കുറച്ചു പേർ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. എല്ലാ കാലത്തും അങ്ങനെയുണ്ട്. വിശ്വസിക്കാത്ത ആളുകൾ എന്ത് ചെയ്തു? പറ. വായിരച്ച. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വിശ്വസിക്കാത്ത യഹൂദന്മാരെന്ത് ചെയ്തു? അവരും പള്ളിക്കാരാ. അപ്പൊ അവർക്ക് നേരിട്ട് ചെന്ന് മുട്ടാൻ ഒരു മടി. കാരണം നമ്മളും പള്ളിക്കാരല്ലേ. അതുകൊണ്ട് ആരുടെ മനസ്സിളക്കി? ഞാനത് പറയുമ്പോൾ ഓർമ്മ വരുന്നൊരു സംഭവമുണ്ട്. കോട്ടയം ജില്ലക്കകത്ത് ദേവലോകം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലേ? അപ്പോൾ അവിടെ അതിൻ്റെ താഴെയാണ് അരമന, ദേവലോകാരം. അപ്പോൾ അവിടെ ഒരു കൺവെൻഷൻ വെച്ചു കുറച്ച് വർഷം മുമ്പാന്നേ. കൺവെൻഷൻ വെച്ചപ്പോൾ ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഞാൻ സംഘാടകരോട് ചോദിച്ചു, ഈ പുറത്ത് കേൾക്കുന്നുണ്ടോ? അത് എല്ലായിടത്തും ചോദിക്കും, പുറത്തുണ്ടോ എന്ന്. കാര്യം പുറത്ത് ഇല്ലെങ്കിൽ പിന്നെ പെന്തിക്കോസുകാർക്ക് അവർക്ക് വേണ്ടുന്നത് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാ ചോദിക്കുന്നത്. പുറത്തുണ്ടെങ്കിൽ ഇത് കൊടുക്കാനും പറ്റത്തില്ല. അപ്പം പുറത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 4 മൂലയിലും 4 കോളാമ്പി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണം ഇന്നലെ അങ്ങ് അഴിച്ചെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താ അഴിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് പള്ളിയുടെ നേരെയായിരുന്നു, അവിടുത്തെ അരമന പള്ളിയുടെ നേരെയായിരുന്നേ.
അപ്പൊ യോഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ ആളിനെ വിട്ടേച്ച് പറഞ്ഞു, ഈ ഈ കോളാമ്പി നിങ്ങൾ അഴിക്കുന്നോ അതോ ഞാൻ BJP-ക്കാരെ അങ്ങോട്ട് വിടണോന്ന്? ആരാ ചോദിച്ചേ? ആരെ വിടണോന്ന്? നല്ല കൂട്ടാ അവര്. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് വിടണമെന്ന് ചോദിച്ചു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നേരെ വന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം ഞങ്ങളും വിളിക്കുന്ന യേശുവിനെ, നിങ്ങളും വിളിക്കുന്ന യേശുവിന്. അതുകൊണ്ട് നേരെ പറയാൻ പറ്റാത്തത് കൊണ്ട് ഒരു അണ്ടർഗ്രൗണ്ട് പണി. ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇത് അന്ന് തുടങ്ങിയതായി ഈ പണി. എന്നായി വായിച്ചേ, അന്നും ഈ പണി ഉണ്ട്. അപ്പൊ ഇളക്കി വഷളാക്കി. വായിച്ചേ. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു. കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അതാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അഭിഷിക്തന്മാരുടെ ലക്ഷണമതാ. ഈ ഓലപ്പാം ഒന്നും കണ്ടേച്ച് അവരിട്ടേച്ച് പോയില്ല. അവർ വളരെ കാലം അവിടെ തന്നെ പാർത്തു, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. സ്തോത്രം. അടുത്ത വാക്ക്. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാക്കുവാൻ വരം നൽകി. അടുത്തത്. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു. രണ്ടു പക്ഷത്തായി. വായില് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. അപ്പൊ രണ്ടു പക്ഷമായി പിരിഞ്ഞു. അത് പറയുമ്പോഴും ഒരു അനുഭവം ഓർമ്മ വരുന്നത്, ഒരിക്കൽ ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് പെരിങ്ങമല എന്ന് പറഞ്ഞ സ്ഥലത്ത് പരസ്യോഗം നടത്താൻ പോയി. പരസ്യോഗത്തിൽ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കള്ളുകുടിയൻ, അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടു കാണും, പുറകിലൊരു തെങ്ങുകയറ്റക്കാരൻ, അതുകൊണ്ട് പുറകിലൊരു വാക്കത്തെയും തൂക്കി ഇട്ടേച്ച് പ്രസംഗിക്കുന്ന എൻ്റെ മുമ്പേ നിന്ന് നൃത്തം ചെയ്യുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നത് വീഡിയോ വന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ കുറച്ചു നേരം ഇവൻ നിന്ന് ഇങ്ങനെ നൃത്തം ചെയ്യുന്ന ചീത്ത വിളി എന്നൊക്കെ ആയി. ഇപ്പം നമ്മൾ ഒന്നും മിണ്ടുന്നില്ലല്ലോ, നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുക. അപ്പം ഇത് കുറേ ആയപ്പോൾ ആ സ്ഥലത്തെ ബസ് സ്റ്റോപ്പിൽ അവിടെ ആ ബസ് ഷെഡിൻ്റെ അകത്തിരുന്ന് കേട്ടോണ്ടിരുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട്, ആ നാട്ടിലെ ചേട്ടന്മാർ. ഇത് കുറേ കണ്ടു കഴിഞ്ഞപ്പം ആ നാട്ടിലെ ചേട്ടന്മാരെല്ലാം കൂടെ വന്ന് ഇവനെ പിടിച്ച് നേരെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം. അവർ നല്ല കാര്യമല്ലോടാ അവർ വിളിച്ച് പറയും, നിനക്കെന്താടാ കുഴപ്പമൊന്നും ചോദിച്ചേച്ച് അവരെല്ലാം കൂടെ അവനെ ചുമന്നുകൊണ്ടങ്ങ് പോയി. അതായത് രണ്ട് പക്ഷം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ രണ്ടു പക്ഷം, ഒരു കൂട്ടം അപ്പോസ്തലന്മാരുടെ പക്ഷത്തായി, ഒരു കൂട്ടം യഹൂദന്മാരുടെ പക്ഷത്തുമായി. അതാ വായിച്ച അടുത്തത്. അപമാനിപ്പാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോട് കൂടി ഒരു അക്രമം പ്രാപിച്ചപ്പോൾ. നിക്കട്ടെ. ഈ ദൈവമക്കൾക്ക് വേണ്ടി ഒരു വാക്ക് പറയാം. ഈ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും കൂട്ടുസഹോദരന്മാരും ഒക്കെ ആരുടെ വേലക്കാരാ? പറഞ്ഞേ. സത്യദൈവത്തിന്റെ വേലക്കാര്. ഉടായ്പുള്ളവരാണോ അതോ ശരിയായ ഉപദേശം പ്രസംഗിക്കുന്നവരാണോ? ശരിയായ ഉപദേശം പ്രസംഗിക്കുന്നവർ, പഥ്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാരാ അല്ലേ? അവർക്ക് കിട്ടിയ ട്രോഫി എന്തുവാ? കല്ലേറ്, അപവാദം, അക്രമം. ഇന്നും അങ്ങനല്ലേ? ഇന്നും അങ്ങനെ. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നവന് അപമാനം, കല്ലേറ്, അക്രമം. ഉടായ്പ് കാണിക്കുന്നവന് കിഴി. ഇന്നും അങ്ങനെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക കിഴിയുടെ കാര്യം എവിടാന്ന്. വീട്ടിൽ പോയി വായിക്കണം. ദിനവൃത്താന്ത പുസ്തകത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, രാജാവ് യുദ്ധത്തിന് പോകണം, ആലോചന ചോദിക്കണം. പ്രവാചകന്മാരെയൊക്കെ വിളിച്ചു. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു രാജാവ് ധൈര്യമായിട്ട് പോ, ജയിച്ച് തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞു. അവസാനം ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരുത്തനുണ്ട്, അവൻ വാ തുറന്നാൽ നല്ലതൊന്നും പ്രവചിക്കത്തില്ലെന്ന്. മറ്റേതാകുമ്പം അച്ഛാ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില പ്രത്യേക മണ്ഡലങ്ങൾ. അപ്പൊ അതൊരു സുഖമാണ്. മറ്റവനെ വിളിച്ചാൽ അവൻ എപ്പോഴും ദോഷമേ പറയത്തുള്ളെന്ന് പറഞ്ഞു. എന്തായാലും ഇരിക്കട്ടെ, ഇത്രയും പേര് പറഞ്ഞാൽ അവനെ വിളിക്കാൻ ഒരാളിനെ വിടാൻ പറഞ്ഞു. അപ്പൊ ഈ പോയ ആള്, ആ പ്രവാചകന്റെ പേര് നിങ്ങൾക്കറിയാവോ? മീഖയാവ് എന്ന് പറയുന്ന പ്രവാചകനെ വിളിക്കാൻ പോയ പുള്ളി ഉടനെ ഒരു ചെറിയ ഒരു പിരിയും കൂടെ അങ്ങോട്ട് കൊടുത്തതേ, ഒരു കാര്യം പറയാം, രാജാവ് നിന്നെ പ്രവചിക്കാൻ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ 400 പ്രവാചകന്മാർ അവിടെ പ്രവചിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു വെച്ചേക്കുക. ഇനി നീയായിട്ട് വന്ന് മാറ്റിയൊന്നും പറയരുത്. കിട്ടുന്ന കിഴിയുടെ പങ്ക് ഞങ്ങൾ നിനക്കൂടെ തരാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. എന്ത് ചെയ്യാനാ? ഇത്രയും പേരവിടെ പ്രവചിച്ച് വെച്ചിരിക്കുമ്പോൾ ഇനി ഞാനായിട്ടെന്തിനാ മാറ്റി പറയുന്നെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നു. അവിടെ ചെന്നു ചോദിച്ചു, യുദ്ധത്തിന് പോകണോ? ഉടനെ പുള്ളി പറഞ്ഞു പൊക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് നൈസായിട്ട് പറഞ്ഞു. ഉടനെ രാജാവ് പറഞ്ഞു, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ എന്നോടൊന്നും പറയണ്ട. ചുമ്മാ മര്യാദയ്ക്ക് ഇരുന്നവൻ്റെ അടുത്ത് പറഞ്ഞു, സത്യമല്ലാതെ പറയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേന്ന്. എന്നാ കേട്ടോ രാജാവേ, പോകും, പക്ഷെ തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞു. തട്ടിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ കന്നയുടെ മകനായ സദക്കിയാവ് വന്ന് ചെകിട്ടത്തിട്ട് ഒറ്റയടി. സത്യം പറയുന്നവന് ചെകിട്ടത്തടിയും ഉടായ്പ് പറയുന്നവന് കിഴിയും. ഇതാ ഞാൻ പറഞ്ഞേ. ഇത് അന്നും ഇന്നും അങ്ങനെ തന്നെ. മനസ്സിലാവുന്നുണ്ടോ?
സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച അപ്പസ്തോലന്മാരുടെ നേരെ കല്ലെറിയുവാനും അവരെ അപമാനിക്കാനും അവരെ ആക്രമിക്കുവാനും തുനിഞ്ഞപ്പോൾ ആമേൻ ദൈവദാസന്മാർ അത് മനസ്സിലാക്കി അക്രമത്തിന്റെ മാർഗം നമുക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു? വായിച്ചേ, അവരത് ഗ്രഹിച്ച് ലുസ്ത്ര, ദർബ പട്ടണത്തിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി. ശ്രദ്ധിച്ചേ, അവരെ അക്രമത്തിന്റെ അടിക്കാൻ ഇറങ്ങിയെങ്കിൽ പരിപാടി നമുക്ക് വേണ്ട, നമുക്ക് അതിനുള്ള വകുപ്പില്ല, അക്രമത്തിന്റെ മാർഗം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് മറ്റു പ്രദേശങ്ങളിലേക്ക് ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു വെച്ചാ വായിച്ചേ, അവിടെ സുവിശേഷം അറിയിച്ചു. അതാണ് പരിശുദ്ധാത്മാവകത്തുള്ളവന്റെ ലക്ഷണം. അവനെ എവിടെ കൊണ്ടിട്ടാലും അവൻ സുവിശേഷ വേല ചെയ്യും. അവര് അടുത്തുള്ള ദേശങ്ങളിലേക്ക് ഓടിപ്പോയി അവിടെ ചെന്ന് കപ്പലണ്ടി കച്ചവടം നടത്തിയെന്നല്ല, ആണോ? പിന്നെന്തുവാ? സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. ഞാനൊരു കാര്യം ദൈവദാസന്മാരോട് പറയാം, വേലയ്ക്ക് വിളിച്ചത് കർത്താവാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ എവിടെ കൊണ്ടിട്ടാലും വേല ചെയ്യാൻ പറ്റും. അതാ പരിശുദ്ധാത്മാവ് അകത്തുള്ളവന്റെ ലക്ഷണമാണ്. അല്ലാത്തവന്റെ ലക്ഷണം കൂടെ പറഞ്ഞു തരാം. അവനെ സ്ഥലം മാറ്റിയാലും പോത്തില്ല. അട്ട കിടക്കുന്ന പോലെ ഇവൻ കിടക്കും, പിന്നെ പോലീസ് വരും, നാശമാകും. ഇതെല്ലാം ആത്മാവകത്തുള്ളവന്റെ ലക്ഷണം. 10 പേരോ 5 പേരോ ഉള്ളോ ദൈവം അയച്ച എന്നെ വേലയ്ക്ക് വിളിച്ച ദൈവം എന്നെ പോറ്റിക്കോളും, പൊക്കോ, കർത്താവിന്റെ വേല എന്ന് പറയും. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് അതിന് ഒരു ധൈര്യത്തിന് വേണ്ടി ഒരു വാക്ക് പറയാം. അവർ ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. മൂസിയ വഴി ബിദുനിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ യേശുവിന്റെ ആത്മാവ് പറഞ്ഞു അങ്ങോട്ടും പോകണ്ട. അപ്പൊ അത് ആസയിലുള്ളവരെല്ലാം നരകത്തിൽ പോട്ടെന്നാണോ? അല്ല. ബിദുന്യയിലുള്ളവരെല്ലാം നശിച്ചു പോട്ടെന്നാണ്? അല്ല. അവിടെ അയക്കേണ്ടവരെയൊക്കെ ദൈവം അയച്ചോളും, നിന്നെ അയക്കാത്തടുത്ത് നീ പോകണ്ടെന്ന. മനസ്സിലായോ? പിന്നെ എങ്ങോട്ട് പോകാൻ പറഞ്ഞു? മക്കതോന്യക്ക്. ഒന്ന് ശ്രദ്ധിച്ചേ, മക്കതോന്യ ചെന്നപ്പോൾ ഇരിക്കാൻ ഒരു കസേര പോലും എവിടെ ആയിരുന്നേ? പുഴവക്കത്ത്. ദൈവം അയക്കുന്നിടത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഇരിക്കാൻ ഒരു കസേര പോലും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ അയച്ചത് ദൈവമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒരൊറ്റ ഒരുത്തിയുടെ ഹൃദയം സ്വർഗം തുറന്നു. ലുദിയ. അവിടെ വെച്ച് ചരിത്രം മാറി. വീട്ടിൽ രക്താംബരം വെക്കുന്നവളാ, വീട്ടിലോട്ട് വരണം, താമസിക്കണം. കസേര ഇല്ലാത്തടത്ത് നിന്ന് വേലയുടെ വ്യാപ്തി വളരുന്ന അനുഭവത്തിലേക്ക് അവിടെ ഉണ്ടായത്. ഇത് നമ്മൾ മാനുഷിക നോട്ടം നോക്കി അവിടെ എത്ര 10 പേരേ ഉള്ളൂ, അങ്ങോട്ട് പോകാൻ എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ ഓർക്കണം, ദൈവദാസന്മാരെ, നമ്മളെ വേലയ്ക്ക് വിളിച്ചത് കർത്താവാണെങ്കിൽ കർത്താവ് നമ്മളെ പോറ്റിക്കൊള്ളും. ഒന്നിനു വേണ്ടിയും ഉടായിപ്പിന് കൂട്ടു നിൽക്കരുത്. ദൈവം നമ്മളെ പോറ്റിക്കൊള്ളുമെന്ന് ധൈര്യമായിട്ടിരിക്കുന്നു. 23 വർഷം ഈ തെരുവിൽ നിന്ന് പ്രസംഗിച്ചിട്ട് ഭാര്യയും 2 കുഞ്ഞുങ്ങളെ ഇന്ന് വരെ പട്ടിണിക്കിടാത്തൊരു ദൈവത്തെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്നെങ്കിൽ ഞാനിപ്പോൾ ഏതെല്ലാം കൺവെൻഷനിൽ ഞാനിപ്പോൾ റവയായാനെ. എനിക്കിതുവരെ റവയാകാൻ പറ്റിയിട്ടില്ല. സ്തോത്രം. അപ്പം അതുകൊണ്ട് ദൈവദാസന്മാരുടെ ഒരു ധൈര്യത്തിന് വേണ്ടി പറഞ്ഞതാ, കർത്താവ് നമ്മളെ പോറ്റിക്കൊള്ളും, ധൈര്യമായിട്ടിരിക്കുക. സ്തോത്രം. അപ്പൊ നോക്കേ, ആമേൻ. അവിടെ ഓടിപ്പോയി സുവിശേഷം അറിയിച്ചു കൊണ്ടിരുന്നു. അപ്പോഴവിടെ ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് സംഭവിച്ച ഒരു സംഭവമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. വേഗത്തിൽ ആ സംഭവത്തിലേക്ക് വരാം. വായിച്ചോ. മൈക്ക് ഓഫായോ? ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഒരു പുരുഷൻ ഇരുന്നിരുന്നു. പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ദൈവമക്കൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു ചിന്തയുണ്ട് അവിടെ. പൗലോസ് ശ്ലീഹ പ്രസംഗിക്കുമ്പോൾ കാലിന് ശക്തിയില്ലാത്ത വൈകല്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ലുസ്ത്രയിൽ അവിടെ ഇരുന്നു കൊണ്ട് ഈ പ്രസംഗം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന രംഗം കണ്ടപ്പോൾ പരിശുദ്ധാത്മാവകത്തുള്ള പൗലോസിനൊരു കാര്യം മനസ്സിലായി. ആ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ഉള്ളിൽ അവന് സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസം അവന്റെ ഹൃദയത്തിന്റെ അകത്ത് രൂപപ്പെട്ടു വരുന്നുണ്ടെന്ന് ആത്മാവിൽ പൗലോസിന് മനസ്സിലായി. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായിട്ട് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കാലൂന്നി നിൽക്ക എന്ന് പറഞ്ഞു. ഉടനെ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. 1-2 ചിന്ത പറയാം. അവൻ ഈ സൗഖ്യം സംഭവിച്ചത് പൗലോസ് പോക്കറ്റിൽ നിന്ന് എടുത്ത് എറിഞ്ഞു കൊടുത്തിട്ടല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, സൗഖ്യവും വിടുതലും ദൈവിക പ്രവൃത്തിയും വെളിപ്പെടുന്നത് പ്രസംഗകന്റെ കഴിവ് കൊണ്ടല്ല.
അത് കേൾക്കുന്നവന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലെ വിശ്വാസം ഏത് നിലവാരത്തിൽ വർദ്ധിച്ചു വരുന്നോ അതിനനുസരിച്ച് ആ ദൈവപ്രവൃത്തി കേൾവിക്കാരിൽ വെളിപ്പെടുന്നത്. അതിന് പ്രസംഗകന് കോളർ പിടിക്കാൻ ഒക്കത്തില്ല. അത് ദൈവവും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധമാണ്. അല്ലെങ്കിൽ പ്രസംഗകൻ പ്രസംഗിക്കുന്നിടത്തും കൈവയ്ക്കുന്നിടത്തും എല്ലാം സൗഖ്യമാകണ്ടേ? എന്തുകൊണ്ടാകുന്നില്ലെന്ന് ചോദിച്ചാൽ അവൻ ആ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ അവനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തിലാണ് അത് വെളിപ്പെടുന്നത്. പക്ഷെ വിശ്വാസിക്ക് ഇത് അറിയാത്തത് കൊണ്ട് വിശ്വാസികൾ ഇന്ന് പ്രസംഗിക്കുന്ന ആളിന്റെ പോക്കറ്റിൽ നിന്ന് വരുന്നത് പോലെയാ ഇവരെയൊക്കെ കാണുന്നത്. ഇന്നാളൊരുത്തൻ വിളിച്ചു പറയുന്നത് കേട്ടു, വീടില്ലാത്ത ആർക്കൊക്കെയാ എൻ്റെ പോക്കറ്റ് നിറയെ വീടാ, നാ പിടിച്ചോ 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 എന്നും പറഞ്ഞ് ഇവന്മാരെല്ലാം വട്ടുമൂത്ത് നടക്കുകയാണ്. അതുകൊണ്ടൊരു കാര്യം പറയാം, ഇതൊന്നും ഇവരുടെ പോക്കറ്റിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്നതല്ല, ദൈവത്തിൽ നിന്ന് വെളിപ്പെടുന്നതാ. അതിൻ്റെ മഹത്വം ദൈവത്തിനാ. സ്തോത്രം. ആമേൻ. ക്ഷണത്തിൽ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അപ്പൊ ഒരു ചിന്തയും കൂടെ അവിടെ ഞാൻ പറയാം. ആമേൻ. കർത്താവ് ഒരു വ്യക്തിയെ സൗഖ്യമാക്കിയാൽ അത് സാക്ഷാൽ സൗഖ്യമാണ്. മനസ്സിലായോ? ജന്മന നടക്കാൻ പറ്റാത്തവൻ കുതിച്ച് നടന്ന തലേ കയറിയോ? അതാ ദൈവിക സൗഖ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ. പക്ഷെ ഇന്ന് സൗഖ്യത്തിന്റെ പേരിൽ കുറച്ച് തട്ടിപ്പുകാരുണ്ട്. ഇവിടെ ചെങ്ങന്നൂരും ഒക്കെ ഉണ്ട് ഒരു രാവുണ്ണി. ഞാൻ പറയാം, പിന്നെ ഈ വിശ്വസിച്ചോ സൗഖ്യമായിരിക്കുക, ഗ്രാജുവലി അങ്ങ് നടന്നോളൂ. അങ്ങനെ ഇൻസ്റ്റാൾമെന്റ് പരിപാടി കർത്താവ് തുടങ്ങിയിട്ടില്ല. ഗ്രാജുവലി. നാളൊരു അമ്മാമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ വയറ്റിൽ 16 മുഴയുണ്ടായിരുന്നു. 16 മുഴ. അപ്പോഴാണ് ഞാൻ കൊട്ടാരക്കലെ അല്ല ബ്രദറിൻ്റെ TV പ്രോഗ്രാം കാണുന്നത്. TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ 8 എണ്ണം അങ്ങ് പോയി. 8 മുഴയങ്ങ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. എന്നാൽ പിന്നെ അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ച് ഞാൻ അടുത്ത ആഴ്ച അവിടെ ചെന്നപ്പം ബാക്കി 8 എണ്ണം അവിടെ വെച്ച് ഇൻസ്റ്റാൾമെൻറ്റാ. ഇതൊക്കെ ഏത് പുസ്തകമാണ് പഠിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു കാര്യം പറയാം, ദൈവം സൗഖ്യമാക്കിയാൽ അത് സാക്ഷാൽ സൗഖ്യമാണ്. അതിൻ്റെ അകത്ത് പിന്നെ വലിച്ചു നീട്ടി കുറുക്കി നീട്ടി അല്ലെ ഗ്രാജുവലി നടന്നോളും. 8-10 എന്ന് വന്നവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ 8-10 എന്ന് പോകുന്ന പരിപാടി, ഇതൊന്നും ദൈവത്തിനില്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ അന്ന് പ്രവർത്തിച്ച ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിയും. ഒരു വ്യത്യാസവുമില്ല. മുഴുമഹത്വം ദൈവത്തിന്. അത് ഈ കേരളത്തിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ കുറ്റമല്ല. സത്യസൗഖ്യവും വിടുതലും ഇവിടെ വെളിപ്പെടാതിരിക്കാൻ കാരണം ഇവിടെ കച്ചവടക്കാർ കയറിയത് കൊണ്ടാണ്. അതേ സമയത്ത് വടക്കേ ഇന്ത്യയിൽ വേല ചെയ്യുന്ന അഭിഷിക്തന്മാരുണ്ടെങ്കിൽ വല്ലപ്പോഴും അവരുടെ കൂടെ ഒന്ന് പോയി നോക്ക്. ഇന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത് കണ്ണിന് കാണാൻ സാധിക്കുന്നത്. ഞാൻ എല്ലാ വർഷവും പോകുന്ന ആളാണ്. ചില ഗാവുകളിൽ ചങ്ങലക്കിട്ടിരിക്കുന്ന മാനസിക രോഗികൾ, ഒരു ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഇന്റർനെറ്റിലും ഒന്നും ഇല്ലാത്ത വലിയ തിരക്ക് പിടിച്ച് അറിയപ്പെടാത്ത പാവപ്പെട്ട അപ്പച്ചന്മാർ ഗാവുകളിൽ ചെന്നേച്ച് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ചങ്ങലക്കിട്ട് കിടക്കുന്നവന് സുബോധം വന്നിട്ട് ഒരു ഗ്രാമം മുഴുവൻ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയിട്ട് 500-600 സ്നാനമൊക്കെ ഒറ്റ സ്നാനപ്പെടുത്തലിൽ നടക്കുന്നത്. ഞങ്ങൾ 3 പേര് വെള്ളത്തിലിറങ്ങി തിരിഞ്ഞും പിരിഞ്ഞും നിന്നുകൊണ്ടാണ് 2 പേര് വീതം സ്നാനപ്പെടുത്തി വിട്ടത്. ചുമ്മാതല്ല സംഘികൾ കൊല്ലാൻ നടക്കുന്നത്. പിന്നെ എന്നാ ചുമ്മാതാന്ന് വിചാരിച്ചോ? ഒറ്റ ഗ്രാമമൊക്കെ ഒരു ദിവസം കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങുകയെന്ന്. പിന്നെ ചുമ്മാതാന്നോ? ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഇതൊന്നും ഇവിടെ കാണാത്തതിൻ്റെ കാര്യം, ഇവിടെ കുറെ കള്ളന്മാര്, സജിത്ത് കണ്ണൂർ, ജോൺ ലോറൻസ്, തങ്കു, താരു, ടിനു, ഇതുപോലെ കുറെ കള്ളന്മാര് കാശ് കൊടുത്ത ആളിനെ കൊണ്ടുവന്ന് ഞാൻ മുടന്തനാന്ന് പറയിച്ച് ജനത്തിൻ്റെ മുമ്പിൽ ദൈവപ്രവൃത്തിയെ ജനത്തിൻ്റെ മുമ്പിൽ കോമാളികളിയാക്കി മാറ്റിയെന്ന്. മനസ്സിലായോ? ഒരു പരിധി വരെ ഈ ജനം സുവിശേഷം കേൾക്കാനും ദൈവസഭയിലോട്ട് വരാനും പറ്റാതായത് ഇതുപോലുള്ള ക്ഷുദ്രജീവികൾ കാരണമാണ്. ഇത് മനസ്സിലാക്കി ദൈവദാസന്മാരോട് ഞാൻ സ്നേഹത്തിൽ പറയുക, നിങ്ങളൊക്കെ ഇനിയെങ്കിലും വാ തുറന്ന് പറയാൻ തയ്യാറാകണം, ഞങ്ങൾക്ക് ഇത്തരം ക്ഷുദ്രജീവികളുമായിട്ട് ഒരു ബന്ധവും. അത് പറഞ്ഞില്ലെങ്കിൽ ഇത് പൊതുസമൂഹത്തിന് അറിയത്തില്ലെന്ന്. ഇവരെല്ലാം കൂട്ടുന്നത് ഇതെല്ലാം പെന്തിക്കോസാന്നാ. ഇത് വേദന കൊണ്ട് പറയുന്നത്. ഞങ്ങളൊരു പരസ്യോഗം കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ ഇന്നലെ ഒന്നുമല്ല, കഴിഞ്ഞ ചില കാലം മുമ്പ് ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ കയറി. അപ്പം ആ സഹോദരി ഇരുന്നാട്ടെ ചായ ഇടട്ടോ എന്നൊക്കെ ചോദിച്ച് വീട്ടിൽ കയറ്റി. അപ്പം ആ കെട്ടിയോൻ അവിടെ കിടന്ന് ഉറങ്ങുക. ചാടി എഴുന്നേറ്റ് സൗണ്ട് കേട്ട്, ആരാടി? അത് ഉപദേശിമാർ വന്നയാന്ന് പറഞ്ഞു. ഇരിക്കും എല്ലാവരും ഒന്ന് കാണാൻ ഞാൻ ഇരിക്കുമായിരുന്നു. കെട്ടിയോൻ നീ ചായ ഇടറി അങ്ങോട്ട് വിട്ടു. കെട്ടിയോൻ വന്നിട്ട് ചോദിക്കുക, നിങ്ങളല്ലേ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം വാട്സാപ്പിൽ റെക്കോർഡ് ചെയ്തത്?
ഇടങ്ങേറുന്നു വരുന്ന വഴി നോക്കണേ. ഞാൻ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾക്ക് അത്തരം കീടങ്ങളുമായിട്ട് ഒരു ബന്ധവും. ഇത് പറയേണ്ടി വരികയല്ലേ? ഇത് സുവിശേഷത്തിന്റെ വഴി അടക്കിയല്ലേ ഇത്? ഇന്ന് കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ വരെ മൊബൈൽ ഇരിക്കുന്ന കാലമാണ്. നമ്മൾ എത്ര പൊതിഞ്ഞു വെക്കും? അവരിങ്ങോട്ട് കുത്തി നോക്കുമ്പോൾ, ഓ യേശു ആ സഹോദരിയുടെ കഷണ്ടിയിൽ മുടി കിളിർപ്പിക്കുന്നു, ഓ യേശു ആ പല്ലിൻ്റെ പോട്. ഇപ്പം യേശുവിൻ്റെ പണി ഇതാ, ഇപ്പം പല്ലിൻ്റെ പോടടക്കുക, കഷണ്ടി മുടി കിളിർപ്പിക്കുക, ചൊറി, ചിരങ്ങ്, വട്ടച്ചൊറി. ഇവനെയൊക്കെ വേറെ പണിയില്ല. നിങ്ങൾ ചിന്തിക്കണം. മരിച്ച് 4 ദിവസം ചീഞ്ഞ മൃതദേഹത്തെ ഒറ്റ വാക്കുകൊണ്ട് ഉയർപ്പിച്ച മഹാദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിനെ പൊതുജനത്തിൻ്റെ മുമ്പിൽ വെറും തരം താഴ്ന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഈ കോമാളികളുമായി ദൈവസഭയ്ക്ക് ഒരു ബന്ധവുമില്ലെന്ന് നമ്മൾ ഇനിയും പറയാതിരുന്നാൽ പൊതുസമൂഹം എല്ലാത്തിനും ഒന്നായി കാണും. അതുകൊണ്ടാണ് ഇത് പബ്ലിക്ക് പറയുന്നത്. ചില ദൈവാസന്മാർക്ക് വിഷമം വരും. നമ്മൾ പറയേണ്ട കാലമാണ് ഇനിയുള്ള കാലം. നമ്മൾ ധൈര്യത്തോടെ പറയണം, സഹോദരന്മാരെ, ഞങ്ങൾ ഇത്തരക്കാരുമായി ബന്ധമില്ലാത്തവരാ. ഞങ്ങൾ കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കുന്ന ദൈവമക്കളാ. ഞങ്ങൾ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കുന്ന ദൈവമക്കളാ. ഞങ്ങൾ പഥ്യ ഉപദേശം പ്രമാണിക്കുവാൻ പഠിപ്പിക്കുന്ന ദൈവമക്കളാ. ഞങ്ങൾ ആരെയും പറ്റിക്കാൻ കൂട്ടു നിൽക്കുന്നവരല്ലെന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. ദൈവദാസന്മാർ വേദന കൊണ്ട് പറയുന്നതാ. തിരിച്ചു വരാം. അപ്പൊ നോക്ക, അവൻ കുതിച്ചു ചാടി നടന്നു. ഇൻസ്റ്റന്റ് വിടുതൽ. ദൈവം പ്രവർത്തിച്ച പ്രവൃത്തി വെളിപ്പെടുക. കുതിച്ചു ചാടി നടന്നു. അടുത്ത വാക്ക് വായിച്ചാട്ടെ. പൗലോസ് ചെയ്തത് ആ നാട്ടിലെ ജനങ്ങൾ കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവാന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് ജനം കണ്ടിട്ട് പറഞ്ഞു, എടാ ഓടി വാടാ, സുരേഷ്, സുമേഷ്, രതീഷ്, രമേഷ്, നാരായണ, ഗോപാലകൃഷ്ണ, ചാക്കോച്ച, എല്ലാരും വാടാ. എന്താടാ, ദേവന്മാരും മനുഷ്യന്മാരെ പോലെ നമ്മുടെ നടുവിൽ വന്നിരിക്കുന്നതാന്ന് പറഞ്ഞ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്തു? വായിച്ചേ. ഇന്ദ്രനെന്നും പൗലോസ് മുഖ്യ പ്രസംഗിയാകിയാൽ അവന് ബുധനെന്നും പേർ വിളിച്ചു. ആ പേരിടാൻ അവരും എടുക്കരാ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഓടിക്കൂടിയിട്ട് ബർന്നബാസിനെ ഇന്ദ്രനെന്നും പൗലോസ് പ്രധാന പ്രസംഗിയാകയാൽ അവന് ബുധനെന്നും ചിലരങ്ങനാണല്ലോ. ഈ ആൾദൈവമായിട്ട് മാറുന്ന ഉടനെ പഴയ പേര്, പണ്ടത്തെ പേര് ശശി. അപ്പം ആൾദൈവം ശശി എന്ന് പറയാൻ ഒരു ഗുമ്മില്ല. അപ്പൊ പേര് മാറ്റും എന്ന് പറയുന്ന പോലെയാ. അപ്പൊ ഇവിടെ ഇവര് പേരിട്ടിട്ട് ഈ പൗലോസിനെയും ബർന്നബാസിനെയും ഒക്കെ പിടിച്ച് ആൾദൈവങ്ങളാക്കാനുള്ള ശ്രമമായി കാണിക്കുന്നത്. എന്നിട്ട് അവർ എന്ത് ചെയ്തെന്നൊന്ന് വായിച്ചേ. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും കൊണ്ടുവന്ന് പുരുഷാരത്തോടു കൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഒരു വരി അടുത്ത വായിച്ചിട്ടൊന്ന് നിർത്തിയേ. ഇത് കണ്ടിട്ട് വായിച്ചോ അടുത്ത വാക്ക്. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് നിക്കട്ടെ. അവരിത് കേട്ടിട്ട് എന്ത് ചെയ്തു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാരുടെ കാര്യമായി പറഞ്ഞേ. അവരെ സ്വീകരിക്കാൻ പൂമാലയും കൊണ്ട് വന്നപ്പോൾ ഇന്നിപ്പോ കുറെ പേരിന്റെ അറ്റത്ത് സ്വന്തമായിട്ട് അപ്പോസ്തലൻ ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്, ഫേസ്ബുക്കിലും യൂട്യൂബിലും. അവരുടെ അടുത്ത് എങ്ങാനുമാണ് പൂമാലയും കൊണ്ട് വന്നെങ്കിലോ അവര് പറയും, നിക്ക് ഇപ്പൊ ഇടല്ലേ, മൊബൈൽ എടുത്തിട്ട് ഇട്ടോ സെൽഫി. മനസ്സിലായോ? ഇതൊക്കെ മനസ്സിലാക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകത്തുള്ള ദൈവദാസന്മാര് ഇത് കണ്ടിട്ട് വസ്ത്രം വലിച്ചു കീറി. എന്നിട്ട് അവരെന്താ പറഞ്ഞ? വായിച്ചേ. പുരുഷന്മാരെ കണ്ടോ ഈ ലോകത്തിന്റെ സ്വീകരണം, ഈ ലോകത്തിന്റെ മാന്യത, ഈ ലോകത്തിന്റെ ചേർത്തുപിടിക്കൽ, അത് പരിശുദ്ധാത്മാവുള്ള ദൈവദാസന്മാര് കൊതിച്ചില്ല. ഇപ്പോഴത്തെ കുറെ ദൈവദാസന്മാര് സ്റ്റേജിൽ കയറി പറയുന്നത് ലോകം ഞങ്ങളെ അംഗീകരിക്കണം. പിന്നെ പിണറായി അംഗീകരിച്ചു. ഇനിയിപ്പോ വാക്യവും കൂടെ ഇവന്മാര് മാറ്റി എഴുതും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായി എവിടെ നിന്ന്. അങ്ങനെ ആയിരുന്നു വാക്യം. ഇനി മാറ്റും. ഞാൻ എൻ്റെ കണ്ണ് AKG സെന്ററിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം പിണറായി നിന്ന്. ഞാൻ മിണ്ടുന്നില്ലല്ലോ ആരും. സ്വോത്രം. നിങ്ങളൊന്നും മിണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. സ്വോത്രം. ദൈവമക്കളുടെ ഉത്തരവാദിത്വം എന്തുവാ? ലോകത്തിൽ ആര് ഭരിച്ചാലും ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിൻ്റെ അപ്പുറത്ത് ഒരു ഭ്രാന്തും നമുക്ക് വേണ്ട ആവശ്യമില്ല.
കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞ ഒരു പഠനം മനസ്സിലിരിക്കണം. നിങ്ങൾ ലോകക്കാർ ആയിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു, നിങ്ങളെ ചേർത്ത് പിടിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഇനി അത് പ്രതീക്ഷിക്കേണ്ട. കാരണം നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുമെന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ തെരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ ആമേൻ ഇതിൻ്റെ അകത്തിരിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം പകയ്ക്കും. അങ്ങനെ ആ കർത്താവ് പഠിപ്പിച്ചത്. ഇപ്പൊ ഇവിടെ 10ാം ക്ലാസ്സിൽ നിന്ന് അംഗനവാടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും എല്ലാവരും. പഠിച്ച് മേപ്പോട്ടൊന്ന് കീപ്പോട്ട്. അന്ത്യകാലമാ, നമ്മുടെ കർത്താവ് വരാറായി. പണ്ടുള്ളവർ പറയുന്ന പോലെ വെളുക്കും വരെ വെള്ളം കോരിയിട്ട് വെളുക്കുമ്പം കുടവിട്ട് ഉടയ്ക്കരുത്. ഇത്രയൊക്കെ സഹിച്ചു, തിരിഞ്ഞു നോക്കിക്കോ ഒന്ന്, ഇത്രയൊക്കെ സഹിച്ചു. പെന്തിക്കോസി തുള്ളാനിറങ്ങി അവൾ നടക്കുക, അവൾ കമ്മലൂരി മാലയൂരി കൊട്ടിപ്പാടി അവൾ കലപില പറഞ്ഞ് നടക്കുക. പെന്തിക്കോസ് പുന്തുക്കോസ് പന്തക്കോസ് ഇതൊക്കെ സഹിച്ചില്ലേ? എന്നിട്ട് അവസാന നിമിഷം കൊണ്ടിട്ട് കല ഉടയ്ക്കരുത്. നമ്മുടെ കർത്താവ് വരാറായി. കുറുകിഞ്ഞിറങ്ങി കാത്തിരിക്കുന്ന കുറുപ്രാവിനെ പോലെ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ ഒരു ശേഷിപ്പ് ഇവിടെ ഉണ്ട്, ഒരു ശേഷിപ്പ്. ആ ശേഷിപ്പേ അവിടെ എത്തത്തുള്ളൂ. അത് ഓർമ്മ വേണം. ചിലരുടെ ചിന്ത വെള്ളത്തിൽ മുങ്ങിയനെ എല്ലാം കൂടെ വാരിക്കെട്ടി കൊണ്ട് പോകാനാ യേശു വരുന്നതെന്ന്. ചുമ്മാതാ. വെള്ളത്തിൽ മുങ്ങിയനെ എല്ലാം കൂടെ വാരിക്കെട്ടിക്കൊണ്ട് പോകാനല്ല കർത്താവ് വരുന്നത്. അതിന് ലേഖനങ്ങളിൽ ഉപദേശം പഠിക്കണം, അന്നേരം അത് മനസ്സിലാകും. ഉപവാസ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ അക്കമിട്ട് പറയാൻ തെളിയിക്കാം, വിഷയം അതല്ലാത്തുകൊണ്ട് വിടുക. അപ്പം ലോകത്തിന്റെ സ്വീകരണവും ലോകത്തിന്റെ മാന്യതയൊന്നും അപ്പോസ്തലന്മാർ ആശിച്ചില്ല. എന്തിനധികം പറയുന്നു, യേശു ആശിച്ചോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞേച്ച് ഇവരെല്ലാരും കൂടെ അപ്പം തിന്നു കഴിഞ്ഞ് കർത്താവിനെ പിടിച്ച് രാജാവാക്കാൻ നോക്കിയപ്പോൾ കർത്താവ് പ്രാർത്ഥിപ്പാൻ മലയെ കയറിപ്പോയി. നമ്മളാണെങ്കിൽ MP ആക്കാൻ കാത്തിരിക്കുക. പെന്തിക്കോസിനൊരു MP വേണം, MLA വേണം 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 വേണം. എന്നിട്ട് രാവിലെ സഭായോഗത്തിന് ഒരുങ്ങി വരുമ്പോൾ അർജന്റായിട്ടൊരു കോള് വരികയാണ്, ശബരിമല ഒരു പ്രോഗ്രാം ഉണ്ട്, വരണമെന്ന്. ഓ ഇല്ല, എനിക്കെൻ്റെ ജീവനുള്ള ദൈവത്തെ, പിന്നെ ഒഫീഷ്യലാ, അവിടെ ചെന്നേ പറ്റൂ. സർവ്വമത സംസ്ഥാന സമ്മേളനത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ സർവ്വമതത്തിലെ നേതാക്കന്മാർ അവിടെ ഇരിപ്പുണ്ട്. ഇനി MLA 2 വാക്ക് സംസാരിക്കും. ഉടനെ പെന്തക്കോസ് MLA മൈക്കെടുത്തിട്ട് കൃഷ്ണനും ക്രിസ്തുവും മുഹമ്മദും എല്ലാം ഒന്നല്ലേ പറയണ്ടേ? മിണ്ടുന്നില്ല. അതോ അവിടെ ചെന്നിട്ട് മറ്റൊരുത്തന് പിന്നെ നീ ഊപ്പാട് പരിപാടി കൊണ്ട്. ഇതൊക്കെ ചുമ്മാ തമാശയാണെന്നാണോ വിചാരം? കർത്താവായ യേശുക്രിസ്തുവിനെ പിടിച്ച് രാജാവാക്കാൻ നോക്കിയപ്പോൾ കർത്താവ് മലയിൽ കയറിപ്പോയി. മനസ്സിലായോ? ഇവര് തിന്നു കഴിഞ്ഞേച്ച് അതിനകത്തൊരു ദൂതുണ്ട് പറയാം. തിന്നു കഴിഞ്ഞേച്ച് ഇവർ ഇറങ്ങി വന്ന് കർത്താവിനെ തപ്പി പിടിച്ചിട്ടൊരു ചോദ്യം, നാഥ ഞങ്ങൾ നിന്നെ അന്വേഷിച്ചു. വായിച്ചിട്ടുണ്ടോ? ഞങ്ങൾ നിന്നെ അന്വേഷിച്ചു. കർത്താവ് വിചാരിച്ചു സ്നേഹം കൊണ്ടെങ്ങാണ്ടായിരിക്കും. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പം തലയും ചൊറിഞ്ഞുകൊണ്ട് പറയുക, അത് പിന്നെ മോശ മരുഭൂമി ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മന്നായാ കൊടുത്തതെന്ന്. വല്ലതും മനസ്സിലായോ? നീ ഞങ്ങൾക്ക് തന്നത് എന്തുവാ? അപ്പവും മീനും. പക്ഷേ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മോശ കൊടുത്തത് എന്തുവാ? മന്ന എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇറച്ചിയുണ്ട്, കാട. അപ്പം മീൻ പോരാ, ഇനി എന്താ വേണം? അതാ ഈ തലയും ചൊറിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം കർത്താവിന് മനസ്സിലായി ഇത് തിന്നാനിറങ്ങിയ വകുപ്പാന്ന്. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഇടയിൽ കുറച്ച്, ഇല്ലേ? സഭായോഗത്തിന് വരാത്തവരും കോട്ടേജ് മീറ്റിങ്ങിന് വരുമല്ലോ. കാര്യം എന്താ? അത്രേ ഉള്ളൂ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ കർത്താവിന് മനസ്സിലായി ഇത് തിന്നാനിറങ്ങിയ വകുപ്പാന്ന്. ഉടനെ കർത്താവ് വിഷയം മാറ്റി പിടിച്ചു. പുസ്തകത്തിലുള്ള കാര്യമായി പറയുന്നത്. കർത്താവ് വിഷയം മാറ്റി പിടിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ട് അന്വേഷിക്കുന്നു, ഞാനോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. ആണോ? പറഞ്ഞു. എന്നിട്ട് കർത്താവ് വിഷയം ഇച്ചിരൂടെ കഠിനപ്പെടുത്തി പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. മനസ്സിലായി? എന്നിട്ട് പറഞ്ഞു, ആകാശത്തിലെ പറവകൾക്ക് കൂടും കുറുനരിക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രന് തല ചായ്പാൻ. എടാ ഇപ്പം അപ്പമെങ്കിലും കിട്ടി, പോകെ പോകെ കിടക്കാൻ ഇടം പോലും ഇല്ലാത്ത അവസ്ഥയിലോട്ടാ പോന്നേന്ന്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുക, അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിരിഞ്ഞു പോയെന്ന്. എന്നിട്ട് പോയപ്പോൾ ഒരു ഡയലോഗും കൂടെ അടിച്ചിട്ട് പോയി. എന്തോന്നറിയാവോ? ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക്. അതുകൊണ്ട് പോയപ്പോൾ ഒരു ഡയലോഗ് അടിച്ചു, ഓ ഇത് കഠിന വാക്ക്, ഇതൊക്കെ അനുസരിക്കാൻ ആർക്ക് പറ്റുമെന്ന്. ചിലരങ്ങനാ പോകുന്നത്. ഇങ്ങനൊക്കെ പറയണോ? ഇത്രയും കഠിനം? കർത്താവിൻ്റെ ഉപദേശം ഇച്ചിരി കഠിനമാ. മനസ്സിലായോ വല്ലോ? അപ്പൊ പോയി അവസാനം എത്ര പേര്?
ശിഷ്യന്മാർ തനിയെ ശേഷിച്ചു ഇല്ലേ? കർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോൾ 5000 ഇല്ല, 500 ഇല്ല, മിച്ചം എത്ര ഉണ്ട് പറ? 12. അച്ഛാ സത്യസന്ധമായി പറയാച്ചാ, ആ കർത്താവിന്റെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ സീൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറയാം. തിരിഞ്ഞു നോക്കി, മിച്ചം 12. നമ്മളെങ്ങാണോ ആയിരുന്നു ചോദിക്കും, അയ്യോ ബാക്കിയുള്ളവരൊക്കെ എന്ത് വെച്ചാ? ഉടനെ പത്രോസ് ചാടി കയറി പറയും, എല്ലാം പോയോ? അതിനെ പോയേ? പിന്നെ ഒരു മര്യാദക്കൊക്കെ പറയണ്ടേ? അല്ല, എല്ലാം വേണം, ഇച്ചിരി കടുപ്പം കുറച്ച് പറയണ്ടേ? എല്ലാം പോയി, ഇപ്പൊ ഞങ്ങളെ ഉള്ളൂ. ഇപ്പൊ നമ്മളെങ്ങാണോ ആയിരുന്നെങ്കിൽ പറയും, അച്ഛാ സംഭവിച്ചു, ഞാനൊരു ആവേശത്തിൽ അങ്ങ് പറഞ്ഞു പോയി. ഇനിയിപ്പോൾ നാട്ടുകാർ കണ്ടാ ചിരിക്കും, 5000 കൊണ്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്രയേ ഉള്ളൂ? 12 ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങളെങ്കിലും ഇട്ടേച്ച് പോകരുത്. അച്ചായനെ ഞാൻ സെക്രട്ടറി ആക്കാം, അച്ചായനെ ട്രഷാറും. നമ്മളാണെങ്കിൽ നമുക്കുള്ളത് കൊണ്ട് തട്ടിപ്പൊത്തി കൂടാ, ഇവിടെ നില്ല് എന്നേ നമ്മൾ പറയത്തുള്ളൂ. സത്യസന്ധമല്ലേ? അതെ. കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾക്കും പോകാൻ ഉപദേശത്തിൽ കത്രിക വെച്ച ആളെ കൂട്ടുന്ന ഇടവല്ലിത്. ഉപദേശത്തിൽ കത്രിക വെച്ച ആളെ കൂട്ടി കുഴപ്പമില്ല, ഇങ്ങ് പോരെ എന്ന് പറയല്ല. ഇത് കഠിന ഉപദേശമാ. ഇതനുസരിച്ച് എന്നെ പിൻപറ്റാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾക്കും പോകാമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു മറുപടി എന്ന് വേണമെങ്കിൽ പറയാം. ശിഷ്യന്മാർ തിരിഞ്ഞിട്ട് പറഞ്ഞു, നാഥ, നിന്നെ വിട്ടിട്ട് ഞങ്ങളെ എവിടെ പോകാനാ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ വക്കലുള്ളപ്പോൾ നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? എന്നോടൊന്നും ചില ആളുകൾ ചോദിക്കും, പാസ്റ്ററെ ഇപ്പൊ ആകെ കൺഫ്യൂഷനാ, ഏത് സഭയിൽ എവിടെ പോകണമെന്ന് ചിന്തിക്കുക. ഒരു മറുപടി പറഞ്ഞു തരാമോ? ഞാൻ ഇത്രേ പറയത്തുള്ളൂ, നിങ്ങൾ ഏത് സഭയിൽ വേണമെങ്കിലും പൊക്കോ, പക്ഷെ ഒരു ഒറ്റ കാര്യം, നിങ്ങൾ പോകുന്നിടത്ത് നിത്യതയെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ ഉണ്ടായിരിക്കണം.